അത് വരട്ടെ അങ്ങനെ ഓരോന്ന് വരട്ടെ. അത് ഞാൻ പറയാം. CV ആനന്ദബോസ് ഇവിടെ വന്നു. നിങ്ങൾ തന്നെയല്ലേ പത്രത്തിനകത്ത് CV ആനന്ദബോസിനെ സ്വീകരിച്ച് കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് നേരെ കാറെ കൊണ്ടുവന്ന് കയറ്റി വിടുന്നത്, ഡോറ് തുറന്ന് കയറ്റി വിടുന്നത്. ഞാൻ അങ്ങനെ ഒരുത്തരും ഡോറ് തുറന്ന് കയറ്റി കൊടുത്തിട്ടില്ല. ഇവിടുന്ന് നിങ്ങൾ തന്നെയല്ലേ പരസ്യപ്പെടുത്തി. ഞാൻ പോലും ഓർമ്മയില്ലാതെ നിങ്ങൾ ചാനലിൽ കൂടെ അത് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചില്ല. ആ ചോദിക്കാത്ത ആളിനെ ഇത് പുഷ്പത്തിന് അടുത്തേക്ക് പോകണം എന്ന് പറയണോ ഞാൻ? അത് ആ ഒരു സാഹചര്യം അവിടുത്തെ ആ മീറ്റിങ്ങിൻ്റെ സ്വഭാവം അത് ആ രീതിയിലുള്ളതായതുകൊണ്ട് അവിടെ വെച്ച് ഖ്യാതിക്ക് അടിച്ചതാണ്. പിന്നൊന്നും മിണ്ടിയില്ലല്ലോ. പിന്നെന്താ ഇവിടെ ആർക്ക് വേണേലും ഇവിടെ വരാം. പക്ഷെ വരേണ്ട രീതിയിൽ വരണം. ഈ വെള്ളം ചെയ്ത ദിവസവും സമാധി ദിവസവും മാത്രമാണ് പുഷ്പാർച്ചന നടത്താൻ അനുമതി കൊടുക്കുന്നു. അന്ന് അതല്ലാത്തൊരു ദിവസമാണ് വന്നത്. പിന്നീട് ഈ അന്ന് പഴയ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്ന പഴയ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിരുന്ന ഉണ്ണിസാറൊക്കെ അങ്ങനെയല്ല, ചില ആളുകൾക്ക് വേണ്ടി NSL സെക്രട്ടറി സൗകര്യാനുസരണം വന്ന് തുറന്നു കൊടുക്കുന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. സമീപമാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ പറയട്ടെ. ഇവിടെ ഈ അതായത് രാവിലെ ഒരു ക്ഷേത്രമാണല്ലോ. എന്താ രാവിലെ ഞങ്ങൾ ക്ഷേത്രം പോലെ അതിനെ കാണുന്നു. രാവിലെ അതിരാവിലെ അത് തുറക്കും. ഒരു 10 മണിയാകുമ്പോൾ അത് അടച്ചു. അതിനോട് അതിനകത്ത് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ, പുഷ്പം വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ആളുണ്ട്. അപ്പോൾ ആർക്കും കയറാം, അവർക്ക് കയറും, ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യാം. 5:30 മണിയാകും 6 മണിയാകുമ്പോഴത്തേക്ക് വൈകിട്ടും തുറക്കും. ബാക്കിയുള്ള സമയം അടച്ചിടും, ആർക്കും തുറന്നു കൊടുക്കുകയില്ല. അന്നേരം നമ്മൾ പറഞ്ഞു അവിടെ ആളില്ലാത്തതുകൊണ്ടാണ്. അവിടെ ആൾ വേണ്ടല്ലോ, അമ്പലമല്ലേ അടച്ചിട്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആരാണ് എന്താണ് എന്നുള്ള വിവരം ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ട് ജനറൽ സെക്രട്ടറി അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ തുറന്നു കൊടുക്കാവൂന്ന് പറഞ്ഞു. ഞങ്ങളിത് എല്ലാ സമയവും തുറന്നിടാനാണ് പോകുന്നതെങ്കിൽ വല്ല തലയ്ക്ക് പട്ടു പിടിച്ചവനും ഒക്കെ കയറുകയില്ലേ അതിനകത്ത്. അങ്ങനെ ചെയ്യാനൊക്കും കള്ളുകൂടിയന്മാരും ഒക്കെ കയറുകയില്ലേ അതിനകത്ത്. അപ്പോൾ അതൊരു നിയന്ത്രണം നമ്മളവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യരും ഇവിടെ വന്ന് ചോദിച്ചിട്ട് ഇന്നോളം അനുവാദം ചോദിച്ചിട്ട് അവിടെ തുറന്നു കൊടുക്കാതിരുന്നിട്ടില്ല. അതെ അതെ. ഒരു ദിവസം ഒരു മനുഷ്യൻ, അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ ആരുമാകട്ടെ, അവർ വന്ന് ചോദിക്കും ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരിക, ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് കയറി കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ച് വരികയാണ്. അനുവാദം കൊടുക്കും. അത് 90% ഞാൻ എനിക്ക് സൗകര്യപ്പെടുകയാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ച് ഞാൻ ഒരു ക്രെഡിറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നതിന്. എൻ്റെ കാസർഗോഡ് എന്ന് അവർ പറയണം, NSS ജനറൽ സെക്രട്ടറി ഇറങ്ങി വന്ന് ഞങ്ങളെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്തിയെന്ന് പറയണം. അതിന് ആ കരുതലോടെയാണ് ഞാൻ അവരെ കൈകാര്യം ചെയ്തത്. ഒരു മനുഷ്യരും അങ്ങനെ പോയിട്ടില്ല. NSS ജനറൽ സെക്രട്ടറിയുടെ പിന്നെ മൂപ്പരുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു ആൾ ഇവിടെ വന്ന് ചോദിച്ചു. ഒരു 3 മണിയായപ്പോൾ തുറന്നു തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പതിവ് അനുസരിച്ച് അയാൾ പറഞ്ഞു അത് അവിടെ നിന്ന് അനുവാദം വേണമെന്ന് പറഞ്ഞു. എനിക്ക് അയാളോട് ചോദിച്ചിട്ടൊന്നും കയറണ്ട കേട്ടോ എന്ന് പറഞ്ഞു. തുറന്നു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരും ഉണ്ട്. അവരൊന്നും NSSകാരല്ല. NSLൊന്നും ഒരു മെമ്പർഷിപ്പോ അല്ലെ അതൊന്നും ഇല്ല. ഒരു മീറ്റിങ്ങിന് പോയി അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിനോ ചരമദിനത്തിനോ പോലും അവിടെ വന്ന ഒരു പൂ എടുത്തിരുന്ന ആളുകളല്ല അവർ വന്ന ആൾ. അപ്പം മുഷ്കൊന്നും ഇവിടെ നടക്കുകയില്ല. ന്യായമായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും.